വാഫി വിദ്യാഭ്യാസ രംഗത്ത് 24 വർഷത്തെ പാരമ്പര്യമുള്ള സമന്വയ സ്ഥാപനമാണ് ആദവനാട് കാട്ടിലങ്ങാടിയിലുള്ള PMSA പൂക്കോയത്തങ്ങൾ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ്. വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നജ്മുൽ ഹുദ സംഘത്തിന്റെ കീഴിലുള്ള ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണിത്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1979 സയ്യിദ് ആറ്റക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ കാട്ടിലങ്ങാടി എന്ന ഗ്രാമപ്രദേശത്ത് രൂപം കൊണ്ട കൂട്ടായ്മയാണ് നജ്മുൽ ഹുദ സംഘം. റാഹത്ത് മൈതാനിയിൽ ഓത്തുപള്ളിയായി രൂപം കൊണ്ട സംഘം പിന്നീട് അശരണരും അഗതികളും അനാഥകളുമായ ബാല്യങ്ങളെ ചേർത്തുപിടിച്ചു. ഒരു കാലഘട്ടത്തിന്റെ നേതാവും അവയവുമായിരുന്ന പാണക്കാട് PMSA പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിൽ 9 മക്കളുടെ കൈപിടിച്ചു തുടങ്ങിയ യതീംഖാന 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നിതാ 13 ഏക്കർ ഭൂമിയിലായി 3000-ഓളം വിദ്യാർത്ഥികൾ വിദ്യ നുകർന്നുകൊണ്ട് ഇതുപോലെ പടർന്നു പന്തലിച്ചിരിക്കുന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ മഹത്തുക്കളുടെ നേതൃപദവിയുടെ പരിലാളന ഏറ്റുവളർന്ന സ്ഥാപനം ഇന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും താമസിച്ചു പഠിക്കുന്ന PMSA ഓർഫനേജ്, കാട്ടിലങ്ങാടിയിലും വെട്ടിച്ചിറയിലുമായി KG മുതലുള്ള 2 ഹയർ സെക്കൻഡറി സ്കൂളുകൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ വനിതാ ഗവൺമെന്റ് കോളേജ് എന്നീ സ്ഥാപനങ്ങൾ സംഘത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ലോകപ്രശസ്തമായ 9ഓളം സർവകലാശാലകളുമായി ധാരണാപത്രം ഒപ്പുവെക്കുകയും മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത CIC-യോട് അഫിലിയേറ്റ് ചെയ്ത PMSA പൂക്കോയത്തങ്ങൾ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് 2002 മുതൽ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വാഫി ഫൗണ്ടേഷൻ, തംഹീദിയ, ആലിയ ഘട്ടങ്ങളിലായി 200ഓളം വിദ്യാർത്ഥികൾ താമസിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ അത്യാധുനിക സൗകര്യത്തോടെയുള്ള AI ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ആധുനികവും പൗരാണികവുമായ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ലൈബ്രറി, കഴിവുള്ള ഫാക്കൽറ്റികൾ എന്നിവയുടെ സാന്നിധ്യത്തിൽ മികവുറ്റ അക്കാദമിക മുന്നേറ്റം നടത്തുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ സർഗശേഷികൾക്ക് പരിപോഷണം നൽകുന്നതിനും വേണ്ടി ആർട്സ് ഫെസ്റ്റിവലുകൾ, ഭാഷാ സെമിനാറുകൾ, ഫൗണ്ടേഷൻ ടോക്കുകൾ, കായിക മത്സരങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ നടന്നുവരുന്നു. വാഫി സംസ്ഥാന കലോത്സവത്തിൽ B സോണിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, തംഹീദിയ വിഭാഗം സർഗപ്രതിഭ, കലാപ്രതിഭ, ബെസ്റ്റ് ഡിബേറ്റർ, ആലിയ വിഭാഗം സർഗപ്രതിഭ, വാഫി ഫൗണ്ടേഷൻ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ നേട്ടങ്ങൾ സ്ഥാപനത്തിന്റെ പാഠ്യേതര രംഗത്തെ മികവിന്റെ ഉദാഹരണങ്ങളാണ്. വിവിധ അഖില കേരള മത്സരങ്ങളിൽ മികച്ച വിജയങ്ങളും പതക്കങ്ങളും, സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് കോൺഫറൻസുകളിലെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടവയാണ്. അങ്ങനെ സർഗധനരായ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് സ്ഥാപനത്തിന്റെ പാഠ്യേതര രംഗങ്ങളെ ജീവസുറ്റതാക്കുന്നു. ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായ ഹരിയാനയിലെ നൂഹ്, ജാർഖണ്ഡിലെ പച്ചുമുരിയ, വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ്, ഭീംപൂർ, രാംപൂർ ഹട്ട് തുടങ്ങിയ ഗല്ലികളിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഉദ്ധാനത്തിനു വേണ്ടിയും വിദ്യാഭ്യാസ പുരോഗതിക്കു വേണ്ടിയും പ്രൊജക്ട് വർക്കുകൾ, കേരള ഉലമ ഡയറക്ടറി ആപ്പ് നിർമ്മാണം എന്നിവ ഇവിടത്തെ വിദ്യാർത്ഥികൾ നടത്തുകയുണ്ടായി. ഈ സ്ഥാപനം 2025 മുതൽ സ്കൂൾ 8ാം ക്ലാസ് പ്രവേശന യോഗ്യതയുള്ളവർക്ക് വാഫി ഫൗണ്ടേഷന് അഡ്മിഷൻ നൽകി വരുന്നു. സമൂഹത്തിന്റെ സർവോന്മുഖമായ മുന്നേറ്റത്തിന് ഉതകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനമാണ് സ്ഥാപനം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്.